കണ്ണൂർ വിമാനത്താവളം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. എന്തോ മണ്ണില് വിമാനം ഇറങ്ങിയിട്ടാണ്. മണ്ണില് വിമാനം ഇറങ്ങിയിട്ട് അവിടെ ഉദ്ഘാടനം നടത്തി. എനിക്ക് നിയമസഭയിൽ 26/9/2016 എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അധികം താമസിയാതെ നിയമസഭയിൽ ചോദ്യം നമ്പർ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 72 ചോദ്യം KC ജോസഫ്, സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, IC ബാലകൃഷ്ണൻ കണ്ണൂർ വിമാനത്താവളം എന്നത്തേക്ക് പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്? വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവൃത്തികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്? ഇതായിരുന്നു ചോദ്യം. എത്ര ഡേറ്റ്? 26/9. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 2-3 മാസങ്ങൾ, 4-5 മാസം. എന്തായിരുന്നു അതിന്റെ മറുപടി? വിമാനത്താവളം പ്രവർത്തനം 2017 മെയ് മാസത്തിൽ പൂർത്തീകരിക്കുവാനും അതിനുശേഷം ടെസ്റ്റിംഗും കമ്മീഷനിങ്ങും നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഇതുവരെ പൂർത്തീകരിച്ച പ്രവൃത്തികൾ താഴെ പറയും പ്രകാരമാണ്. 3050 മീറ്റർ റൺവേ അന്ന് പൂർത്തീകരിച്ചു. 3050 മീറ്റർ. അതിനുശേഷം 1 മീറ്റർ റൺവേ പോലും വികസിപ്പിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 20 എയർക്രാഫ്റ്റ് പാർക്കിങ്ങിനുള്ള ഏപ്രൺ, പാരലൽ ടാക്സി ട്രാക്ക് 889 മീറ്റർ, റൺവേ ലിങ്ക് ടാക്സി 2 എണ്ണം, ഏപ്രൺ ലിങ്ക് ടാക്സി 4 എണ്ണം, ചുറ്റുമതിൽ 18 കിലോമീറ്റർ, ഓപ്പറേഷൻ വാൾ 4 കിലോമീറ്റർ, എയർ ട്രാഫിക് കൺട്രോൾ ടവർ ബിൽഡിംഗ് 85%, ഫയർ സ്റ്റേഷൻ 75%, ടെർമിനൽ ബിൽഡിംഗ് 75%, ഫ്ലൈ ഓവർ 90%, KCB സപ്ലൈ 95%, എസ്കലേറ്റർ 70%, വാട്ടർ സപ്ലൈ 100%. ഇതാണ് നിയമസഭയിൽ ഒന്നാം പിണറായി സർക്കാർ മുഖ്യമന്ത്രി ആരംഭത്തിൽ നൽകിയ മറുപടി. ദിസ് ബീയിങ് ദ ഫാക്ട്. വസ്തുത ഇതായിരിക്കെ അവിടെ മണ്ണിൽ വിമാനം ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതാരാണ് കളവ് പറയുന്നത്? നമസ്കാരം. കേരളത്തിലെ 3 പ്രമുഖ പാർട്ടികൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് CPM ആണെങ്കിൽ, രണ്ടാമത്തത് കോൺഗ്രസ് ആണ്, മൂന്നാമത്തത് BJP ആണ്. അതല്ലാന്ന് ഇനി ആരും പറയില്ല. കേരളത്തിലെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്ന 3 പാർട്ടികൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാണ്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി സണ്ണി ജോസഫ് വന്നിരിക്കുകയാണ്, പേരാവൂർ MLA. അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് വന്നിരിക്കുന്നത്. ഈ 3 പ്രസിഡന്റുമാരിൽ ആരാണ് മിടുക്കൻ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാവുന്നത് സണ്ണി ജോസഫ് തന്നെയാണ്. അതേ പേരാവൂരിൽ നിന്ന് KK ശൈലജയെ തോൽപ്പിച്ചുകൊണ്ടാണ് MLA ആയത്. തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് പേരാവൂരിൽ. അദ്ദേഹം നിയമസഭയിൽ ചാട്ടുളി പോലെ കൃത്യമായ തെളിവുകൾ സഹിതം കാര്യകാരണ സഹിതം അവതരിപ്പിക്കുന്ന ഒരാളാണ്. വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ അതിനെ ഏറ്റുമുട്ടി വിജയിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോഴിതാ നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ എല്ലാ തലത്തിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രശ്നം അദ്ദേഹത്തിന് വലിയ തടസ്സമായി മാറിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് VD സതീശനുമായി ഏറ്റുമുട്ടി അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. മുണ്ട് മടക്കി കുത്താനും മാത്രമല്ല അദ്ദേഹത്തിന് തെറി പറയാനും അറിയാമെന്ന് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ലൂസിഫർ എന്ന സിനിമയിൽ നിന്നാണ്. എന്നാൽ ആ പറഞ്ഞ വാചകം കൃത്യമായി പറയാൻ അറിയാതെ വിഷണ്ണനാവുന്നത് വെച്ചുകൊണ്ട് തന്നെ VD സതീശൻ അദ്ദേഹത്തെ ശരിക്കും വാരിക്കളഞ്ഞു. കേരളത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ മലയാളത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ചും ചുക്കും അറിയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്നാൽ ഇപ്പോൾ സണ്ണി ജോസഫ് പിണറായി വിജയനെ മലർത്തിയടിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം കണ്ണൂർ എയർപോർട്ട് മുമ്പ് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് മണ്ണ് മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു എന്നൊരു കാര്യം പറയുകയുണ്ടായി. എന്നാൽ അതിനെ മലർത്തിയടിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പിണറായി വിജയൻ തന്നെ മറുപടി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ഉദ്ധരിച്ചിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഉമ്മൻചാണ്ടി ഭരണം മാറിയിട്ടുള്ളത്, അല്ലാതെ മണ്ണിട്ട് ഉദ്ഘാടനം നടത്തുകയല്ല ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വിഴിഞ്ഞം പോർട്ടിൽ വലിയ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു രാമേന്ദ്രൻ നായർ കമ്മീഷൻ അടക്കം ഉണ്ടാക്കിയുള്ള പിണറായി സർക്കാർ അത് ഇല്ലാതാക്കാൻ വേണ്ടി കടൽ കൊള്ളയാണെന്നും അതേപോലെ തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആളാണെന്നും കൃത്യമായി പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ആപ്റ്റായ ഒരു പ്രസിഡൻ്റാണ്,
കോൺഗ്രസ്സിന് എന്ന്. അതായത് കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് കൃത്യമായി അറിവും വിവരവുമുള്ള, കൃത്യമായി പ്ലാൻ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിവുള്ള, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള, പാർട്ടിയെ ശക്തമാക്കാൻ കഴിവുള്ള, എല്ലാവരുമായി സമന്വയത്തിൽ പോകാൻ പറ്റുന്ന ഒരു നേതാവാണ് സണ്ണി ജോസഫ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അതെ, ഇപ്പം നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നവര് ഒരു പ്രയാസം വരുമ്പോൾ അതിൽ നിന്ന് മാറിയിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തില് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം, അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം എല്ലാവർക്കും അറിയാം, അത് ആരുടെ കുട്ടിയാന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ? വിജിലൻസ് എൻക്വയറി വന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ, ബാബുവിനെതിരെ. അത് പോരാഞ്ഞിട്ട് വിജിലൻസ് അവരെ ഒഴിവാക്കി കഴിഞ്ഞപ്പം, അന്വേഷണത്തില് അവരുടെ ഭാഗത്ത് കുറ്റമൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പം ജുഡീഷ്യൽ എൻക്വയറി, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ, ജുഡീഷ്യൽ എൻക്വയറികളൊന്നുമില്ലാന്ന് തെളിഞ്ഞപ്പം അവർക്കെതിരെ ഇത് പറഞ്ഞത് പിൻവലിക്കാനും ഉമ്മൻചാണ്ടി ഒന്ന് ഓർമ്മിക്കാനെങ്കിലും വിഴിഞ്ഞം പദ്ധതിയുടെ വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ LDF ആഗ്രഹിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ പേര് മരണാനന്തര സമ്മേളനത്തിലെങ്കിലും ഒന്ന് ഓർമ്മിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാകാത്തത് അവരുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ തെളിവാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കണ്ണൂർ വിമാനത്താവളം, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. എന്തോ മണ്ണിൽ വിമാനം ഇറങ്ങിയിട്ടാണ്, മണ്ണില് വിമാനം ഇറങ്ങിയിട്ട് അവിടെ ഉദ്ഘാടനം നടത്തിയെന്ന്. എനിക്ക് നിയമസഭയിൽ 26/9/2016 എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അധികം താമസിയാതെ നിയമസഭയിൽ ചോദ്യം നമ്പർ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 72, ചോദ്യം KC ജോസഫ്, സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, IC ബാലകൃഷ്ണൻ, കണ്ണൂർ വിമാനത്താവളം എന്നത്തേക്ക് പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്, വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവൃത്തികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇതായിരുന്നു ചോദ്യം. എത്ര ഡേറ്റ്? 26/9. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 2-3 മാസങ്ങൾ, 4-5 മാസം. എന്തായിരുന്നു അതിന്റെ മറുപടി? വിമാനത്താവളം പ്രവർത്തനം 2017 മെയ് മാസത്തിൽ പൂർത്തീകരിക്കുവാനും അതിനുശേഷം ടെസ്റ്റിംഗും കമ്മീഷനിങ്ങും നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഇതുവരെ പൂർത്തീകരിച്ച പ്രവൃത്തികൾ താഴെ പറയും പ്രകാരമാണ്. 3050 മീറ്റർ റൺവേ അന്ന് പൂർത്തീകരിച്ചു, 3050 മീറ്റർ. അതിനുശേഷം 1 മീറ്റർ റൺവേ പോലും വികസിപ്പിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. 20 എയർക്രാഫ്റ്റ് പാർക്കിങ്ങിനുള്ള ഏപ്രൺ, പാരലൽ ടാക്സി ട്രാക്ക് 889 മീറ്റർ, റൺവേ ലിങ്ക് ടാക്സി 2 എണ്ണം, ഏപ്രൺ ലിങ്ക് ടാക്സി 4 എണ്ണം, ചുറ്റുമതിൽ 18 കിലോമീറ്റർ, ഓപ്പറേഷൻ വാൾ 4 കിലോമീറ്റർ, എയർ ട്രാഫിക് കൺട്രോൾ ടവർ ബിൽഡിംഗ് 85%, ഫയർ സ്റ്റേഷൻ 75%, ടെർമിനൽ ബിൽഡിംഗ് 75%, ഫ്ലൈ ഓവർ 90%, KCB സപ്ലൈ 95%, എസ്കലേറ്റർ 70%, വാട്ടർ സപ്ലൈ 100%. ഇതാണ് നിയമസഭയിൽ ഒന്നാം പിണറായി സർക്കാർ മുഖ്യമന്ത്രി ആരംഭത്തിൽ നൽകിയ മറുപടി. ദിസ് ബീയിങ് ദ ഫാക്ട്. വസ്തുത ഇതായിരിക്കെ അവിടെ മണ്ണിൽ വിമാനം ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് ആരാണ് കളവ് പറയുന്നത്?